എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1777 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം നൽകിയിട്ടുള്ള ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാറാണ്. അദ്ദേഹം നമുക്ക് രസാവഹമായ ഒത്തിരി ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് സാർ ക്ലാസ് വിഷയമായി എടുത്തിട്ടുള്ളത് അപകർഷതാബോധം എന്നുള്ളതാണ് ഇന്നത്തെ സാറിന്റെ വിഷയം. ഈ സെഷനിൽ പങ്കുചേരുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് യു കെയിൽ നിന്നാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. മിക്കവാറും അവിടുന്ന് തന്നെ ആയിരിക്കും. സാറ് MD MRCP ബിഹേവിയറൽ തെറാപ്പി ഇതിലെല്ലാം വളരെ നൈപുണ്യമുള്ള ഡോക്ടറാണ്, ബിഹേവിയറൽ സയന്റിസ്റ്റ് ആണ്. അങ്ങനെയുള്ള സാറിനെ ഇന്നത്തെ ഈ അപകർഷതാബോധം എന്നുള്ള വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം സാർ. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിബഡി. ആദ്യം ഒരു ചെറിയൊരു കറക്ഷൻ. ഞാൻ UK USA ആദ്യത്തെ പോയിന്റ്. UK ഉണ്ടായിരുന്നു 2 കൊല്ലം. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ ഈ ഓരോരുത്തരും കയറുമ്പോൾ എനിക്കിവിടെ ഡിങ് 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 ശബ്ദം കേട്ടോണ്ടിരിക്കും. അതൊന്ന് സൈലൻസ് ചെയ്യാം. ഇന്നാണ് അങ്ങനെ ഒരു സൗണ്ട്, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ധനേഷ് ഡോക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞു. ധനേഷ് ഡോക്ടർ ഒരു വലിയൊരു ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കുകയാണ്. ഡിങ് 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 ബെല്ലടിക്കുന്നു. ധനേഷ് ഡോക്ടർ ഒന്ന് വിളിക്കട്ടെ. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സാറ് ക്ലാസ് തുടങ്ങിയോ? ഓക്കെ. ഇന്നത്തെ ടോപ്പിക് I'm going to start the slideshow. Inferiority complex, അപകർഷതാ ബോധം. ഈ ടോപ്പിക് ചൂസ് ചെയ്യാനായിട്ട് റീസൺ ഉണ്ട്. ഈ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുകയാണ്. ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്നൊക്കെ പിന്നെയും മരിച്ചു പോകാതെ തട്ടിപ്പോവാതെ ജീവിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ക്യാൻസർ സർവൈവർ എന്ന് പറയും. അതുപോലെ ഈ അപകർഷതാ ബോധത്തിൽ നിന്നും ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് സർവൈവ് ചെയ്താണ് ഞാൻ. അപ്പൊ ഐ എം എ സർവൈവർ ഓഫ് ദിസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതാണ് എനിക്ക് ഈ ടോപ്പിക് ഇന്ന് പറയാനായിട്ടുള്ള മെയിൻ മോട്ടിവേഷൻ. ഈ ടോക്ക് കൊണ്ട് കൂടുതൽ ഗുണം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് അത്ര കിട്ടത്തില്ല. നിങ്ങളെല്ലാം ഓൾറെഡി പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾക്ക് അത്ര വലിയ ഇൻഫീരിയർ കോംപ്ലക്സ് കാണാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ഇതുകൊണ്ട് ഗുണം എന്തെന്നറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും ചെറുമക്കളെയും അവർ ഈ അപകർഷതാ ബോധത്തിൽ വീഴാതിരിക്കാനും അഥവാ അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും കഴിയും. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ചെയ്യട്ടെ ഈ പറഞ്ഞ പോയിന്റ്. അതായത് ഇതിന്റെ ഗുണം, യു ക്യാൻ സേവ് യുവർ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ from getting trapped into this inferiority complex. Okay, good. Thank you, Mariamji. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ആദ്യം ഒരു സ്ലൈഡ് കാണിക്കാൻ റീസൺ ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. ഈ നമ്മൾ സിഗരറ്റ് വാങ്ങിക്കുമ്പോഴും ലിക്കറിലും ഒരു വാണിംഗ് കാണും. അതുപോലെ എൻ്റെ ഈ ടോക്കിനെ കുറിച്ച് ഒരു വാണിംഗ് ഞാൻ കൊടുക്കുകയാണ്. If you are allergic to facts and truths, please leave this session immediately. എന്നിട്ട് അടുത്ത ഞാൻ ഏഷ്യാനെറ്റിന്റെ അവരുടെ സ്ലോഗനാണ്, നേരോടെ നിർഭയം നിരന്തരം, സ്ട്രൈറ്റ് ബോൾഡ് റിലൻഗ്ലെസ്. ഞാൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം
സ്ട്രൈറ്റ് ആയിട്ട് ബ്ലണ്ടായിട്ട് തന്നെ ചിലപ്പോൾ പറയും. എനിക്ക് പറയാനായിട്ട് യാതൊരു മടിയോ പേടിയോ ഇല്ല. അത് ഞാൻ എല്ലാ ടോക്കിലും സെയിം ഇത്. ഇപ്പം മോർ ദാൻ 200 വെബിനാർസ് ഞാൻ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കോവിഡ് കാലത്ത് തുടങ്ങിയാണ്. സെയിം, ഒരു വ്യത്യാസവും ഇല്ല. ഫോർ ഈ മിഷൻ ഓഫ് പാൻസൈറ്റ്, എൻ്റെ മിഷൻ entertain, educate, enlighten and empower. Always my webinars are based on FAQ. F എന്ന് പറഞ്ഞാൽ ഫാക്ട്സ്, എ എന്ന് പറഞ്ഞാൽ ആനക്ഡോട്ട്സ്. ആനക്ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള കൊച്ചു കൊച്ചു റിയൽ ലൈഫ് സ്റ്റോറീസ് ഓർ ഫിക്ഷണൽ സ്റ്റോറീസ്. അതിൽ കൂടി ഒരു കാര്യം നന്നായിട്ട് ഒന്ന് ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന് എന്തെല്ലാം കഥകളാണ്, എസോപ്സ് സ്റ്റോറീസ്, പഞ്ചതന്ത്ര കഥകളൊക്കെ. അതിൻ്റെ ഉദ്ദേശം അതിൽ കൂടി ചില കാര്യങ്ങൾ അറിയാനായിട്ടാണ്, ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആനക്ഡോട്ട്സ്. അവസാനം കൊട്ടേഷൻസ്. ഒരുപാട് പുസ്തകങ്ങൾ ഈ സബ്ജക്റ്റിനെ കുറിച്ചുണ്ട്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ദി വേർസ്റ്റ് എനിമി ഓഫ് സക്സസ്, അടുത്ത് ഡീലിംഗ് വിത്ത് ദി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ലേൺ ഹൗ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ദി ബോണ്ടേജ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ദി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ക്യൂർ. ഇങ്ങനെ ഇതിനെ, ഈ ടോപ്പിക്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന മെറ്റീരിയൽ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ അത്രയും പറഞ്ഞ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശൈലാജി 20 മണിക്കൂർ വേണം. 20 മണിക്കൂർ, തമാശക്ക് പറയല്ല, കാര്യമായിട്ട് അത്രയ്ക്ക് മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് കഷ്ടിച്ച് 1 മണിക്കൂറേ ഉള്ളൂ. അതാണ് ഞാൻ വെറും ഒരു 5% മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അയ്യോ ഇങ്ങനെ ഇതോട്ട് കുറച്ച് പറഞ്ഞില്ലല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, അപ്പൊ ഇങ്ങനെ ഇതിനെ കുറിച്ച് വേറെ ഒന്നും ഇല്ലേ എന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറയാണ്. ഓക്കെ, ടൈം പ്രഷറാണ്. നമുക്ക് ബ്ലഡ് പ്രഷർ കേട്ടാണ്, ടൈം പ്രഷറാണ് ഇതേപോലുള്ള വെബിനാർസിന്. Definition of inferiority complex: constant feelings of inadequacy, പോരായ്മ ആണ് inadequacy, due to an irrational belief. irrational എന്ന് പറഞ്ഞാൽ റീസണബിൾ അല്ല, അൺറിയലിസ്റ്റിക് ആണ്. റാഷണൽ എന്ന് പറഞ്ഞാൽ യെസ്, ലോജിക്കലാണ്, റീസൺ ഉണ്ട്. ഇറാഷണൽ ലോജിക് ഒന്നും അല്ല. ദാറ്റ് യു ആർ ഫിസിക്കലി ഓർ മെന്റലി ഓർ ഇന്റലക്ച്വലി ഇൻഫീരിയർ ടു അതേഴ്സ്. ഇത് ഡെഫിനിഷൻ ഞാൻ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാണ്, ഒരു ഡിക്ഷണറിയിൽ നിന്ന് എടുത്തിട്ട്. അതിന്റെ കട്ട് ആൻഡ് പേസ്റ്റ് അല്ല. ഈ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ യെസ് എന്നിട്ടെ. എനിക്കറിയണം, ചില ഞാൻ കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഡെഫിനിഷൻ എഴുതുന്ന വെച്ചാൽ പർപ്പസ് വായിച്ചതിന് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ ശൈലജ, താങ്ക് യു. 3 കാര്യം പറഞ്ഞു: ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ. ഇതിൽ ഞാൻ ഒരുപാട് വർഷം ഞാൻ ഫിസിക്കൽ ഇതിൽ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫിസിക്കൽ. എന്താണ് ഫിസിക്കൽ? അത് മാർക്ക് കിട്ടിയത് എങ്ങനെയാണ്? 2 പേരാണ് എന്നെ സഹായിച്ചത്. എൻ്റെ ആ ഫിസിക്കൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ക്യൂർ ചെയ്തത്. അവർ കാണാൻ പോയാണ്. നിങ്ങൾ എങ്ങനെയുണ്ട് സോഫാർ? ശൈലജി കൊള്ളാമോ? കഥയായിട്ട് പോകുന്നുണ്ട്. ഒരു കഥാപ്രസംഗമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പണ്ട് സാംബശിവൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ഇപ്പം തട്ടിപ്പോയി. അതിന് പകരം കഥാപ്രസംഗം മോഡലാണ്. ഓക്കെ, ഹു ആർ ദോസ് 2 പീപ്പിൾ? അറിയാമല്ലോ, രജനീകാന്ത്, സ്റ്റൈൽ മന്നൻ, ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ തമിഴ്. 76 വയസ്സോളമായി. ഇപ്പോഴും സ്ട്രോങ്, മോർ ദാൻ 40 years ഫീൽഡിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് രജനീകാന്ത് സഹായിച്ചത്? അറിയണ്ടേ? നിറം. ഞാൻ ഫെയർ അല്ല. അപ്പോഴ് കുഞ്ഞുനാളില്
എൻ്റെ ഒരു കസിൻ നല്ല നിറമാണ്. അപ്പൊ എവിടെ ചെന്ന് വെച്ചാലും ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഒന്നിച്ചിരിക്കുകയാണെന്ന് പറയും, അവന് നല്ല നിറമാണ്, അവന് നല്ല നിറമാണ്. അപ്പോഴത്തന്നെ ഒരു ഇൻഫീരിയോറിറ്റി വന്നോ ഇല്ലയോ ജയചന്ദ്രൻ ജി? വന്നോ? നമ്മുടെ നിറം പോരാ. പലയിടത്തും ഇതേപോലെയാണ്. നല്ല നിറമാണ് കേട്ടോ, നല്ല നിറം. അപ്പോഴും നോക്കുമ്പോൾ നിറം പോരാ. ഇൻഫീരിയോറിറ്റി ഫീലിംഗ് കയറി കഴിഞ്ഞു, കുത്തി കയറി കഴിഞ്ഞു. രജനീകാന്ത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഉള്ള സിനിമയിൽ എല്ലാവരും നല്ല പേസ്റ്റ് ഒക്കെ ഇട്ട് അടിച്ച്, ശിവാജി ഗണേശനാണെച്ചാലും ഇവിടുന്ന് നസീർ ആണെച്ചാലും എല്ലാവരും വെളുത്താണ്ടിരിക്കുന്നു സിനിമ കണ്ടു കഴിഞ്ഞാൽ. ശാരദ എല്ലാവരും വെളുപ്പിച്ചാണ് നിൽക്കുന്നത്. രജനീകാന്താണ് വരുന്നത്, എന്നാ പിടിച്ചോ, ആ ഡാർക്ക് സ്കിന്നുമായിട്ട് വരുന്നു. അതിന്റെ സുന്ദരമായിട്ട് ആള് സൂപ്പർ സ്റ്റാറായി. അതോടുകൂടി എനിക്കുണ്ടായിരുന്ന ആ അപകർഷതാബോധം എൻ്റെ നിറത്തിനെ കുറിച്ചുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടി. ഈ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്നിട്ടെ. എനിക്ക് അറിയണം. ചിലത് വന്നിട്ട് ബുക്കിൽ നല്ല കിട്ടുന്നത്, നമ്മൾ ചിലത് കണ്ടിട്ട് ദാറ്റ് ഷുഡ് അപ്പം ഇറാഷണൽ ബിലീഫാണ്. എൻ്റെ ഇറാഷണൽ ബിലീഫ് എന്താണ്? ഫെയർ കളർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതാകത്തുള്ളൂ, തൊലിയുടെ നിറം ഇങ്ങനെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇതില്ല. രജനീകാന്തിന് വെച്ചാൽ തൊലിയുടെ നിറത്തിനും സക്സസിനോ ഒന്നിനും ഒരു ബന്ധവും ഇല്ല. സോ ദാറ്റ് ഇസ് വൺ. ഇനി അടുത്ത ആളാരാണ്? ഇവരറിയാമോ? അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടെന്ന് നോ എന്നിട്ട് എൻ എന്നിട്ട് മിക്കവർക്കും അറിയാൻ വഴിയില്ല. അറിഞ്ഞുകൂടെങ്കിൽ ഒരു എൻ എന്ന് പറഞ്ഞ് ആ ചാറ്റ് ബോക്സിൽ നിന്നിട്ടെ. ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പുതിയ ഇൻഫർമേഷൻ ആണെന്ന് എനിക്കും അറിയണ്ടേ? നോ, ഓക്കെ, മറിയാമ്മയ്ക്ക് അറിഞ്ഞൂടാ. ഈ ബാക്കിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ ഊഹിക്കേണ്ടത്. കൈക്ക് വല്ല തളർച്ച വല്ലതും ഉണ്ടോ? ഒരു എൻ ഒന്ന് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഈ എസ് എന്ന് ഇടാനായിട്ട്. എന്തൊരു കഷ്ടമാണിത്. ഇതാണ് ഇനി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഞാൻ കുറെ ഫാക്ട്സും ട്രൂത്തും പറയും. ഞാൻ ഫാക്ട്സും ട്രൂത്തും പറയുമ്പോൾ അലർജി ഉള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വളരെ ബ്ലണ്ടായിട്ടാണ് പറയാൻ പോകുന്നത്. ഈ പർപ്പസ് എന്തോന്ന് അറിയാമോ? ആശയവിനിമയം ചെയ്യാനാണ്. നിങ്ങളെല്ലാവരും ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ശൈലജയും ഏലിയമ്മ ഇങ്ങനെ 1-2 പേരേ ഉള്ളൂ. അത് കാരണം എനിക്ക് അവരുടെ മുഖഭാവം കാണാം. ബാക്കി എല്ലാവരും ഇരുട്ടിന്റെ ആത്മാക്കളായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ആ ചാറ്റ് ബോക്സിൽ ഇടണം. എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാനായിട്ടുള്ള പ്രത്യേകിച്ചുള്ള ദിവ്യശക്തി ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് വൈ ഐ ആം അർജിങ് യു. ഒന്ന് ഇടുക. അല്ല, ഇയാൾ ആരുവാ എന്നെ നിർബന്ധിക്കാനായിട്ട് എന്ന് അങ്ങനെ ചിന്തിക്കുന്നതിനടുത്ത് ഇറങ്ങി പൊയ്ക്കോളാം സാറേ, മാഡത്തെ, ഇരിക്കണ്ട കേട്ടോ. എനിക്കും കുറെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഞാൻ ഇത്രയും മെനക്കെട്ട് ഈ ടോക്ക് കൊടുക്കുന്നത് എനിക്കും ഒരു തൃപ്തി കിട്ടണം. അതുകൊണ്ട് ഇതിൽ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറല്ലാത്തവര് യെസ് പ്ലീസ് ലീവ്, പ്ലീസ് ലീവ്, അത്രയേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഐ ആം വെരി ബ്ലണ്ട്. ഓക്കെ, ഇതാണ് മൗഷമി ചാറ്റർജി എന്ന് പറഞ്ഞ ആക്ട്രസ്. ഇപ്പോഴവർക്ക് 77 വയസ്സായി. എങ്ങനെയാണ് എൻ്റെ അടുത്ത ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഇൻഫീരിയർ കോൺസെപ്റ്റ്? എൻ്റെ പല്ല് എല്ലാം നിരവല്ല, തെറ്റിപ്പല്ലൊരെണ്ണമുണ്ട്. അപ്പോഴന്ന് കുട്ടിക്കാലത്ത് സ്കൂളിലെ ചില പിള്ളേരൊക്കെ എന്നെ കളിയാക്കുന്നത്, എന്നെ വിളിക്കുന്നത് തെറ്റിപ്പല്ലെന്ന് പറയും. അപ്പൊ അതോടുകൂടി നോക്കുമ്പോഴുന്ന സിനിമയില് അഭിനയിലെ പ്രേം നസീർ, മധു, ശിവാജി ഗണേശൻ എല്ലാവരുടെയും പല്ല് നന്നായിട്ട് നിരന്നു നിൽക്കുന്നു. എനിക്ക് പല്ല് തെറ്റിപ്പല്ല്. അത് കാരണം ഞാൻ ചിരിക്കത്തില്ല. ചിരിക്കുമ്പോഴാണല്ലോ ബാക്കിയുള്ളവർ കാണുന്നത്. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം ഞാൻ ചിരിക്കത്തില്ല. അപ്പോഴും എന്താണ് എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്നത്? ഞാൻ സീരിയസ് അല്ല. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് അണ്ടർസ്റ്റുഡെങ്കിൽ ഈ ഒരു യു ഇട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇത് ഒരു യു ഇട്ടെ. ഓക്കെ, താങ്ക് യു രവീന്ദ്രനാഥ്ജി. യു ഓക്കെ, താങ്ക് യു. കൂടുതൽ പേര് ഇടണം ദയവ് ചെയ്ത്. അതെ, ഇപ്പൊ ഞാൻ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ് ഇട്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഈഗോയ്ക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതില് ഇത് ചെയ്യണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ലാലുജി. അങ്ങനെ രണ്ട് ഇതില് ആ ഫിസിക്കലായിട്ടുള്ളതിന്റെ 2 ഉണ്ടായിരുന്ന എൻ്റെ അപകർഷതാബോധം മാറ്റി തന്നത് രജനീകാന്ത് ആൻഡ്
മൗഷമി ചാറ്റർജി. അതിനുശേഷം പിന്നെ ഞാൻ ഒരിക്കലും ചിരിക്കാനായിട്ട് മടിക്കാറില്ല. ഞാനങ്ങ് ചിരിക്കും. നോക്കിക്കൊള്ളേ, ഇത്രയും തെറ്റിപ്പല്ലായിട്ടുള്ള മൗഷമി ചാറ്റർജി. യെസ്, അത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ് സ്ക്രീനിൽ. എന്നെ ലക്ഷക്കണക്കിനൊന്നും കാണുന്നില്ല. എന്നെ കാണുന്ന അന്ന് നാട്ടുകാരിൽ കുറച്ച് പേരേ ഉള്ളൂ കാണുന്നത്. അപ്പൊ ഞാൻ എന്തിന് ഇത് ചെയ്യണം? അപ്പൊ അതൊരു ഇറാഷണലാണ്. ഇറാഷണൽ ബിലീഫ് മാർക്കറ്റിംഗ്. No one can make you feel inferior without your consent. എലനർ റോസവെൽറ്റ്. ഈ എലനർ റോസവെൽറ്റ് എന്ന് പറയുന്നവര് അമേരിക്കയിലെ ലോങ്സ്റ്റ് പീരീഡിൽ നിന്ന പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റോസവെൽറ്റിന്റെ വൈഫായിരുന്നു. അപ്പൊ അമേരിക്കയുടെ ഫോർമർ ഫസ്റ്റ് ലേഡി. അവർക്ക് കോളേജ് ഡിഗ്രി ഒന്നുമില്ല. ഓർക്കണം. ആൻഡ് ഷീ ബിക്കേം എ വെരി വളരെ പൊളിറ്റിക്കൽ ഇതായിട്ടും ഡിപ്ലോമാറ്റായി, സോഷ്യൽ ആക്ടിവിസ്റ്റായി, UN ചെന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അവരെന്താണ് കാണിച്ചു തന്നത്? ഡിഗ്രി ഒന്നും വേണ്ട. നിങ്ങൾ ലൈഫിൽ ഒരുപാട് സക്സസ്ഫുൾ ആകാനായിട്ട് ഈ കോളേജ് ഡിഗ്രിയുടെ ഒരു ആവശ്യവും ഇല്ല. ഇത് മനസ്സിലാക്കുന്നില്ല ഒരുപാട് കേരളത്തിലെ മലയാളികൾക്ക്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഡിഗ്രി അതിന്റെ പുറകെ പാഞ്ഞു പോവാണ്. ഉള്ള BSc, MSc കഴിഞ്ഞ അടുത്തൊരു MPhil കഴിഞ്ഞ ഒരു PhD എല്ലാം എടുത്തിട്ട് ഇനി എന്താ സംഭവിക്കുന്നത്? അത് ഞാൻ കാണിച്ചുതരാം കുറെ കഴിഞ്ഞിട്ട്. ഇതെല്ലാം വാരിക്കൂട്ടും. പക്ഷെ റിയൽ ആയിട്ട് വേണ്ടതോ ഇല്ല. വേണ്ട കാര്യം ഇല്ല. എന്താണെന്നുള്ളത് വരുന്നു. പാവലോ കോലോ, കുറെ പേരെങ്കിലും ഈ പേര് കേട്ടാണ്. ഇദ്ദേഹമാണ് ദി ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കൊക്കെ എഴുതിയത്. ഒരു വൺ ഓഫ് ദി ടോപ്പ് സെല്ലർ. ഹേറ്റഡ് ഈസ് പബ്ലിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. വേറൊരാള് വെറുക്കുന്നത് മിക്കപ്പോഴും എന്താ അറിയാം? അപകർഷതാ ബോധം. അയാൾ വളരെ സക്സസ്ഫുൾ ആണ്, എല്ലാവരും പ്രൈസ് ചെയ്യുന്നു. ഹേറ്റഡ് ആണ്. ഇനി റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫാക്റ്റേ പറയുന്നുള്ളൂ. ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല. നാട്ടിലെ ഒരു പാർട്ടിയുടെയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ BJPയോ കോൺഗ്രസോ SPയോ ഒന്നിന്റെ പാർട്ടിയല്ല. പക്ഷേ ഫാക്റ്റാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സെക്ടർ ഓഫ് പീപ്പിൾ, നരേന്ദ്രദാസ് മോഡി. ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് കിട്ടുന്ന ഇത്രയും അവാർഡുകളൊക്കെയോ, സിവിലിയൻ അവാർഡ് ഇത്രയും 27 രാജ്യത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ദഹിക്കുന്നില്ല. നെഞ്ചരിച്ചലും പൊളിച്ചു തട്ടലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ ഹേറ്ററാണ് എല്ലാവരും ഒന്ന് ചേർത്തിരിക്കുന്നത്. 28 പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്ന് ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ അലയൻസ് എന്നൊക്കെ. റൂട്ട് കാസ് ഹേറ്റഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒരു M എന്നിട്ട് ആൽഫബറ്റ്. ഞാൻ ഈ പറഞ്ഞ ഫാക്ട്, ഇതൊരു ഫാക്റ്റാണ് ഞാൻ ഇട്ടത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു രാജി. ഓക്കെ, താങ്ക് യു. ഇതാണ് റൂട്ട് കാസ്. ഇവർക്കെല്ലാം ഉള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങേരിതായി വരുന്നു. അതിന്റെ ഒരു ഇതാണ് ചായവാല എന്ന് വിളിച്ച് ബിലിറ്റ് ചെയ്യുന്നത്. അങ്ങേരുന്ന ഇപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, ചായവാലാണെന്ന് അങ്ങേര് മോഷ്ടിച്ചില്ലല്ലോ. അങ്ങേര് ചായ വിറ്റല്ലേ പൈസ ഉണ്ടാക്കി ജീവിച്ചത്. അന്തസ്സല്ലേ? അതിലെന്തോണം കുറച്ചില്? ആരാണ് പറഞ്ഞത് ചായവാല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത്? ആദ്യം ഒരു മണിശങ്കർ അയ്യർ. അങ്ങേർക്ക് IFS ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങേര് ഹൈക്കമ്മീഷണറൊക്കെ ആയിരുന്നു. അങ്ങേർക്ക് ദഹിക്കുന്നില്ല. അങ്ങേര് ഉന്നത ജാതിയിൽപ്പെട്ട ആളാണ്. ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ. ഹേറ്റഡ് ബിക്കോസ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇദ്ദേഹം സിംഗറാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഐ ഹാവ് എ ഹ്യൂജ് ഈഗോ ആൻഡ് എ ഹ്യൂജ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അറ്റ് ദി സെയിം ടൈം. ഷെടാ, ഇത് രണ്ടും പൊരുത്തപ്പെടുന്നുണ്ടോ? ഈഗോയും ഹ്യൂജ് ആണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഹ്യൂജ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇഫ് യു വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ, ഒന്ന് ചെയ്തേ. ഇട്ടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ ഇട്ടാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു ഗാലക്സി എന്നുള്ളത് നിങ്ങളൊന്ന് പേരൊക്കെ മാറ്റാൻ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇത്
ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അലർജി ഉള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നാളെ എൻ്റെ ഇത് യൂട്യൂബിൽ കാണുന്നവരും എൻ്റെ യൂട്യൂബ് റെക്കോർഡിങ് പോകുമ്പോൾ സാധാരണ ഒരു 100 മുതൽ 150 പേര് കാണാറുണ്ട്. ചിലപ്പോൾ 850 പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇന്നത്തെ നിങ്ങൾ മാത്രമല്ല, എന്തായാലും കുറെ പേർ കൂടെ കേരളം ആ മലയാളിയെ ഇയാളങ്ങനെ പറയുന്നു, പിന്നെ എന്നെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി. ഇയാൾ മലയാളിയല്ല കേട്ടോ, ഇയാളെ പേര് കണ്ടില്ലേ, ഇയാൾ നായരല്ല, ഇയാള് റെഡ്ഡിയാരാണ്, അതാണ് നമ്മളെ കളിയാക്കുകയാണ് എന്നും പറഞ്ഞോണ്ട് വരും. ആരെയും കളിയാക്കല്ല. ഞാൻ ശരിക്കും ഒരു മലയാളിയാണ്. ഞാൻ കംപ്ലീറ്റ് വളർന്നതെല്ലാം കേരളത്തിലാണ്. എന്താണ് ഈഗോ? എന്തോന്ന് പ്രബുദ്ധൻ? വേറെ ഒരു സംസ്ഥാനത്ത് ആരും പറയുന്നില്ല ഒരു പ്രബുദ്ധ തമിഴനാണെന്ന്, പ്രബുദ്ധ തെലുങ്കാണെന്ന് പറയുന്നില്ല. പ്രബുദ്ധ കേരളം. അവിടെ എന്താണ് ഈഗോ? വേറെ ആരുമില്ല. എന്തിനു മറ്റൊരു കളിയാക്കും, പാണ്ടി, തമിഴിനെ പാണ്ടി എന്ന് വിളിക്കും കേട്ടാ. അവിടെ നിന്ന് വന്നാലേ വല്ല ചാക്കാട് അടിക്കാൻ പറ്റത്തുള്ളൂ. അരിയും ഗിരിയും എല്ലാം അവനവിടെ അധ്വാനിച്ച് ഉണ്ടാക്കി വരുന്നതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ പാണ്ടിയാണ്. അതാണ് ഈഗോ. ഒരു 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്തോ ആയിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ SSLC തോക്കാൻ വലിയ പ്രയാസമാണ്. 99% ജയിക്കുന്നത്. അതിൽ എത്ര പേർക്ക് A+ ഒക്കെ. അതാണ് ഉന്നത വിദ്യാഭ്യാസ അതിൻ്റെ സെക്രട്ടറി പറഞ്ഞാണ്, ഷാനവാസ്, മിക്കവർക്കും സ്വന്തം പേര് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അറിഞ്ഞുകൂടാത്തവർക്കാണ് Aയും A+. ഇതാണ് നമ്മുടെ അടുത്ത. പക്ഷെ ഈഗോ കൂടും. ആ ഈഗോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പഠിച്ചാൽ നല്ല +2 ഞാൻ ഇന്ന് കൂലിപ്പണിക്ക് പോകാനാ വരത്തില്ല. ഈഗോ കൂലിപ്പണിക്ക് വരത്തില്ല. ആരാണ് വരുന്നത്? ഉള്ള ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നുള്ള അവൻ വരും ഇവിടെ ജോലി. ഇവൻ ജോലിയും കൂലി ഇല്ലാതെ ഇങ്ങനെ വായി നോക്കി നടക്കും. ഇത് പറഞ്ഞത് ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ്സെട്ടെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഒന്ന് എസ്സെട്ടേക്ക് ഒന്ന് നോക്കട്ടെ. ക്യാൻ യു പ്ലീസ് സ്പീക്ക് ടു ഇംഗ്ലീഷ് മോർ? ഇല്ല, ഈ ടോക്കിന് മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ രമാദേവിജി, ഓക്കെ, യെസ്. ഇപ്പോൾ മനസ്സിലായി എന്താണ് നാട്ടിൽ 25 ലക്ഷത്തോളം അന്യ സംസ്ഥാനത്തെ അവർ വന്നിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഉള്ള ജോലി ചെയ്യാൻ തയ്യാറല്ല. അൺഎംപ്ലോയ്മെന്റ് വേണം, കാശ് വേണം, ജോലി ചെയ്യത്തില്ല. ദുരഭിമാനം, ആത്മാഭിമാനം ഇല്ല. ദുരഭിമാനം വളരെ കൂടുതലാണ്. ഈ ദുരഭിമാനമുള്ളവരെല്ലാം ഇവിടെ ജോലി ചെയ്യത്തില്ല. ഞാൻ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോഴും പല ഗൾഫിലുള്ള പല കൺട്രീസ് വഴിയാണ് ചിലപ്പോൾ വരുന്നത്. ദുബായ് വഴി വന്നിട്ടുണ്ട്, അബുദാബി വന്നിട്ടുണ്ട്, ഖത്തർ വഴി വന്നിട്ടുണ്ട്, ദോഹ വഴി വന്നിട്ടുണ്ട്. അവിടുത്തെ എല്ലാം ടോയ്ലറ്റെല്ലാം എയർപോർട്ടിലുള്ളതെല്ലാം നല്ലൊരു ശതമാനം ഈ മലയാളികളാണ് ടോയ്ലറ്റിൽ കഴുകിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചിലില്ല, ടോയ്ലറ്റ് കഴുകുന്നത് ഒരിക്കലും മോശമല്ല, ജോലിയാണ്, അതിനെ കളിയാക്കല്ല. പക്ഷെ അതേ ജോലി ഇവിടെ ചെയ്യത്തില്ല. അയാൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്വന്തം വീട്ടിലെ കക്കൂസ് കഴിയാണെന്ന് വെച്ചാൽ വേറൊരാളെ വിളിച്ച് ചെയ്യിക്കും, അയാൾ ചെയ്യത്തില്ല. ഈ പറയുന്നത് ശരിയല്ലേ? ശരിയാണെന്നുണ്ടെങ്കിൽ ശരി എന്നിട്ടെ, എസ് എന്നിട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇഷ്ടപ്പെടത്തില്ല എൻ്റെത്, സത്യം തുറന്നു പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. യെസ്, താങ്ക് യു ശൈലജി. ദുരഭിമാനം, ആത്മാഭിമാനം വളരെ കുറവ്. അല്ലെങ്കിൽ നോക്കൂലി ലോകത്ത് എവിടെ ഉണ്ട്, അത് പറഞ്ഞാൽ തന്നെ എന്തൊരിതാണ്, ഒരിതുമില്ല, ഉളുപ്പുമില്ല. നോക്കൂലി, ജോലി ചെയ്യാതെ പിടിച്ചു പറിക്കുന്നത്. ഇതിനെല്ലാം റൂട്ട് കാസ് വരുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ടോപ്പിക്. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അപകർഷത പോകുന്ന ഡോക്ടർ വേറെ എന്തൊക്കെ കയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ല, ഇത് തന്നെ. ഇതിനെല്ലാം റൂട്ട് കാസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൺവിൻസ് ചെയ്ത് തരാം. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. കേട്ടിട്ടുണ്ടോ ഈ പഴഞ്ചൊല്ല്? ഉണ്ടെങ്കിൽ ഒന്ന് എസ്സട്ടെ, കേട്ടിട്ടുണ്ടോ? ഇതേ തന്നെ വേറെ ഏതെങ്കിലും ഭാഷയിൽ കേട്ടിട്ടുണ്ടോ? തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോയട്ടെ, ഇല്ലെങ്കിൽ ഒരു നോയട്ടെ. ഞാൻ കുറേ തപ്പിയതാണ്. തമിഴിലില്ല, ഇംഗ്ലീഷിലില്ല, ഹിന്ദിയിലില്ല, ഒന്നിലുമില്ല. മലയാളത്തിൽ മാത്രം. എന്തുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നു? എന്തുകൊണ്ട് അവിടെ അസൂയെ കൊണ്ടുവന്നു? കഷണ്ടി ഉണ്ടല്ലോ, കുറേ പേർ കഷണ്ടി വരും പോകും. അപ്പോൾ എനിക്കിന് ഏകദേശം ഒരു കഷണ്ടി പോലെയൊക്കെ ആയി. പക്ഷെ എന്തിനാണ് കഷണ്ടിയും അസൂയയും? കഷണ്ടിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല,
മാറ്റാൻ പ്രയാസമാണ്. മോഹൻലാൽ കഷണ്ടി ഉണ്ട്, വിക്കി കൊച്ചിന് നടക്കുകയാണ്, രജനീകാന്തിന് കഷണ്ടി, അമിത്ഷായ്ക്ക് കഷണ്ടി. ക്യൂറില്ല. അതുപോലെയാണ് ഈ അസൂയക്ക്. എന്തുകൊണ്ട് മലയാളത്തിൽ വന്നു? അതിന്റെ കാരണം പണ്ട് മുതലേ മലയാളിക്കാണ് ഏറ്റവും കൂടുതൽ അസൂയുള്ളത്. ഞാനിവിടെ അമേരിക്കയിൽ എനിക്ക് പലരെയും പല സ്റ്റേറ്റിലുള്ളവരായിട്ട് എനിക്ക് പരിചയമുണ്ട്, ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. എല്ലാ മലയാളിയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇനി ചിലർ പറയും ഇങ്ങനെ എന്താണ് എല്ലാവരെയും പറയുന്നു. എല്ലാവരും പറഞ്ഞിട്ടില്ല. സോ significant number of people, Malayalis, they are suffering from jealousy. Jealousy എന്താണ്? Because others are accomplishing a lot. They compare. The comparison. And jealousy is something വളരെ a big condition. Inferiority complex is the root cause behind the jealousy and hatred. Do you agree? If you agree, put A in the chat box. My dear friends, even though I am speaking in Malayalam, I was asked to speak in Malayalam. And all my slides, most of the slides, 98% of the slides are in English. So that should help you to understand. So, agreed? Okay. So that is it. Hatred and jealousy. Look at the Kerala Homedy English edition. B.Tech B.Ed graduates to drive police car. If you are not aware, I'm going to share some facts. Do you know that there are some police constables, bus conductors who have PhD? Qualification required is only +2. Required qualification is +2, but they have PhD. Okay? Why? What's the purpose of? Earlier I told you, they go after qualifications, MA, MPhil. Senseless. They waste so many years. And my dear friend, I don't know whether he has joined today, retired DVSP, Sachikumar. I talked to him yesterday just to make sure that what I'm sharing is authentic. And he told me that is a SI, direct recruitment, qualification required is a degree. But there are many people after some few years of service, 15 or 20 years of service promotion, they become SI. They don't have the degree. Now the fresh recruit with a police constable with a PhD, what about his ego? His ego. He has got PhD and the SI doesn't have PhD, doesn't even have the degree. Conflict. Is it clear? And Yes. once again, I had a conversation with IAS officer, retired IAS officer, T. Balakrishnan, the second son-in-law of former Minister Balakrishna Pillai. I had a one-on-one conversation on it. Then he shared a real incident. When he was the secretary for the tourism department, and they wanted to hire a couple of janitors, Tupare. So they put an ad. Qualification required 8th class, 8th standard. And they were shocked or surprised. There are some nearly 200 applicants out there. Walk-in interview. Walk-in interview. 200 പേര്. പുള്ളി പറഞ്ഞ അതിലൊരു മെജോറിറ്റി എല്ലാവർക്കും MA, MSc ക്വാളിഫിക്കേഷൻസ്. എങ്ങനെ ഹയർ ചെയ്യും? വേണ്ടത് 8th ക്ലാസ്. Do you know how he sorted out? He solved that problem very smart and appreciate ചെയ്തിരിക്കുന്നു. അപ്പോഴേ ഞാൻ കൈയും കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്തു. What he did was, ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ്, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് തെക്കാടുണ്ട്. അവിടെ ഒരു 10, 20, 30 ഇതുണ്ട്, കക്കൂസും ഇതുമെല്ലാം ഉണ്ട്.
ഇവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ചൂലെല്ലാം കൊടുത്തിട്ട് ഒന്ന് തൂത്ത് കാണിക്കാനായിട്ട് അവിടെ അവിടെ അവർ ചെയ്യുമ്പോൾ അവിടെ ഒന്ന് നോക്കും ഇവരെങ്ങനെ ചെയ്യുന്നുള്ളൊക്കെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ചൂല് പിടിച്ചിട്ടില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതെല്ലാം നോക്കൂലി വാങ്ങിക്കാനാണ് വരുന്നത്. ഒരു ജോലി കിട്ടിയിട്ട് ഒന്നും ചെയ്യാതെ പോകുന്നതിൻ്റെയൊക്കെ. പുള്ളി പറഞ്ഞ അപ്പോഴും തന്നെ എന്നാ പിടിച്ചോ ഒരു 90% പേര് സ്ഥലം വിട്ടു നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഉള്ളവരെല്ലാം ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സെല്ലാം പഠിച്ചുള്ളവർ അവർക്ക് ചെയ്യാൻ അറിയാം, അവരെ ഹയർ ചെയ്തു. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇഫ് ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് പുട്ട് ഐ ഇൻ ദി ചാറ്റ് ബോക്സ്. ദിസ് എ റിയൽ ലൈഫ് ഇതാണ്. ഞാൻ ഈ പേരും പറഞ്ഞു ബാലകൃഷ്ണൻ ചെല് അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് പറയത്തില്ല. ഇതാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഇവിടെ വരും. അതിന് വെച്ചാൽ സർക്കാർ ജോലിയാണ്. സർക്കാർ ജോലി ആകുമ്പോൾ കുഴപ്പമില്ല, പോലീസ് കോൺസ്റ്റബിൾ PhD കുഴപ്പമില്ല. പ്രൈവറ്റ് പോകുമ്പോൾ ഈഗോ വരികയാണ്. പ്രൈവറ്റ് പറഞ്ഞാൽ അവിടെ വെച്ചാൽ ഈഗോ നമുക്ക് വന്നു കഴിഞ്ഞു. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. ദുരഭിമാനമുണ്ട്, ആത്മാഭിമാനം ഒട്ടുമില്ല. താങ്ക് യു. He was a simple man with no inferiority complex about his lack of education. And even more amazing, no superiority complex because he had succeeded despite the lack. ഈ മായ ആഞ്ചലോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടെങ്കിൽ അവരെ കുറിച്ചൊന്ന് ഗൂഗിളിൽ നിന്ന് വായിക്കണം. ഹൈലി അക്കോംപ്ലിഷ്ഡ് പോയറ്റ്, ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ. ഇവിടെയും ഡിസ്ക്രിമിനേഷൻ എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അവർക്ക് ഒരുപാട് ഓണററി ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കോളേജ് ഡിഗ്രി ഇല്ല. ഒരു 10-30 എത്രയോ ഓണററി ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല, സെൽഫായിട്ട് അക്കോംപ്ലിഷ് ചെയ്തു. ഇവരിന്നൊക്കെ പഠിക്കണം കുറെ കാര്യങ്ങളൊക്കെ. ഇറ്റ് ഈസ് നോട്ട് ദി ഡിഗ്രി, ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല. One was an inferior complex. It can never be really humble, but can only have a false modesty or false humility. Sir Sri Chinmoy, ഇദ്ദേഹം 1964 മുതൽ 2007 മരിക്കുന്നവരെ അമേരിക്കയിലായിരുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയെല്ലാം ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. പുള്ളിക്കാരൻ അവിടെ പോണ്ടിച്ചേരിയിലെ ശ്രീ അരബിന്ദോ ആശ്രമത്തിൽ അവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്ത് ഇതിലോട്ട് വന്ന് അമേരിക്കയിലോട്ട് വന്നു. ഒരുപാട് പേര് അവിടെ വളരെ ഹമ്പിളാണെന്നൊക്കെ ഭാവിക്കും. ഉള്ളിൽ ഭയങ്കര അഹങ്കാരികളാണ് കേട്ടോ. ജാടയാണ് വെളിയിൽ കാണിക്കുന്നത്. അയ്യോ എനിക്കൊന്നും ആർക്കും ഒന്നുമില്ലേ. ഞാൻ പറയുന്നത് ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ എസ് എന്നിട്ടെ. ഇങ്ങനെ കുറെ എണ്ണമില്ലേ വെളി കാണിക്കുന്നത്. ഞാൻ വളരെ ഹമ്പിളാണ്. ഓക്കെ, താങ്ക് യു. റിയലി ദേ ആർ നോട്ട് ഹമ്പിൾ. സ്യൂഡോയാണ്, ഫേക്ക് ഹ്യൂമിലിറ്റിയാണ്, ഭാവിക്കുന്നതാണ്. ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ 73 വയസ്സായി എനിക്ക്. ഒരുപാട് ഓണം കഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് കാരണം ഇതെല്ലാം പ്രത്യേകിച്ച് ബുക്കിഷ് നോളജ് അല്ല. താങ്ക് യു. ഇത് കംപ്ലീറ്റ് വായിക്കണം. എൻ്റെ സ്ലൈഡിൽ സാധാരണ ഇത്രയും ലൈൻസ് വരാറേ ഇല്ല. ഇത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇട്ടത്. ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് വൈൽ നോട്ട് മീനിങ് ടു ഡു സോ ഓഫ്റ്റൻ ഹാൻഡിക്യാപ് on through opinions and sometimes through ridicule which is meant to be humorous. എന്ന് ഞാൻ പറഞ്ഞില്ലേ, തെറ്റിപ്പല്ല് എന്നെ വിളിക്കുന്നത്. ഇതേപോലെ പലർക്കും പല രീതിയിലും, അല്ലെങ്കിൽ കറുപ്പ്, മൊണ്ടി, ഞൊണ്ടി, ഇതിനെ കുറിച്ച് എല്ലാം കളിയാക്കി പറയുന്നത്. Then thousands of men and women carry inferiority complexes with them all through life because some well-meaning but ignorant person destroyed their confidence through opinions of ridicule. നാപ്പോളിയൻ ഹിൽ, ഇദ്ദേഹത്തിന് കോളേജ് ഡിഗ്രി ഇല്ലായിരുന്നു. ഹൈലി സക്സസ്ഫുൾ ആയിട്ട് മനുഷ്യനാണ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു 5-6 ബുക്കുണ്ട്. നിങ്ങൾ ആരും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആ ഒരു ബുക്കെങ്കിലും വായിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്ട്രോങ് റെക്കമെൻഡേഷനാണ്. നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് വായിപ്പിക്കണം, നിങ്ങളുടെ ചെറുമക്കളെ കൊണ്ട് വായിപ്പിക്കണം. അവർ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെട്ട് സക്സീഡ് ചെയ്യണം, സക്സസ്ഫുൾ. ഇതെല്ലാം ഞാൻ 1980 ശേഷം വായിച്ചാണ്. അതുവരെ ഞാനും ഇല്ല. എനിക്ക് ഈ വായനാശീലമൊക്കെ വളരെ കുറവായിരുന്നു. എൻ്റെ ലൈഫിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മിക്കതും എൻ്റെ ഇന്ന് പോയത് 1980 ശേഷമാണ്. നമ്മൾ പറയല്ലോ BC AD എന്ന് പറയുന്ന പോലെ. ബിഫോർ 1980, ആഫ്റ്റർ 1980 ടോട്ടലി ട്രാൻസ്ഫോംഡ് പേഴ്സണാണ് ഞാൻ. ബുക്കുകൾ ഒരുപാട് വായിച്ചു, ഇപ്പോഴും വായിക്കും, വായനാശീലമുണ്ട്. ഈ ടോക്കിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ എത്ര മണിക്കൂറാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര മണിക്കൂറാണ് ആലോചിക്കണ്ടേ? ഈ എക്സാമ്പിളൊക്കെ തപ്പിയെടുക്കണ്ടേ? ചുമ്മാ ഒന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണോ? ഇല്ല.
അറിയാമല്ലോ എല്ലാവർക്കും. ഉണ്ടപ്പക്രു എന്ന് വിളിക്കുന്ന ഗിന്നസ് പക്രു, ഗിന്നസ് ബുക്കിലൊക്കെ പേര് കയറിയത് ഭാര്യയാണ് ഗായത്രി മോഹൻ, മകള്. എന്താണ് ഇത് കാണിക്കാൻ കാരണം? ഉണ്ടപ്പക്രുവിന്റെ പൊക്കം 2 അടി 6 ഇഞ്ച്, 2.5 അടി. പുള്ളിയുടെ ഭാര്യയുടെ പൊക്കം 5 അടി 2 ഇഞ്ച്, ഓൾമോസ്റ്റ് ഡബിൾ. ആ പൊക്കക്കുറയിൽ അപകർഷതാബോധത്തിന് നല്ല സ്കോപ്പ് ഉണ്ടോ? അല്ലേ? പൊക്കം കുറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നത് ഉണ്ടപ്പക്രു ഉണ്ടപ്പക്രു. പക്ഷേ നോ, അപകർഷതാബോധമായിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവുമോ? നോ. താൻ വിളിക്കണേ വിളിച്ചോടെ. നിനക്ക് ഉണ്ടപ്പക്രു എന്ന് വിളിക്കുന്നതിന് നിനക്ക് കുറെ ത്രില്ല് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഉണ്ടപ്പക്രുവിന് സ്വന്തമായിട്ട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടിയുണ്ട്, വീടും കീടും എല്ലാം ഉണ്ട്, കാറും എല്ലാം ഉണ്ട്. ആ ടി വിയിൽ ഏതെങ്കിലും ജഡ്ജിയായിട്ട് വിളിക്കുന്നുണ്ട്, ഓരോന്നിനും വരുന്നതിനും 10,000 20,000 രൂപ കിട്ടുന്നുമുണ്ട്. ഇവിടെ ഉണ്ടപ്പക്രു അല്ലാത്ത ഗുണ്ടപ്പക്രുകളെല്ലാം PhD എല്ലാം ഇട്ടുണ്ട്. അത് കോൺസ്റ്റബിളും ബസ് ഡ്രൈവറുമായിട്ട് ബസ് കണ്ടക്ടറായിട്ട് ജീവിക്കുന്നു. ഇത് പോരെ എക്സാമ്പിൾ? ആർ യു കൺവിൻസ്ഡ്? ഉണ്ടപ്പക്രുവിന്റെ ഒറ്റ എക്സാമ്പിൾ പോരെ? കൺവിൻസ്ഡ് ആണെന്ന് ചെയ്യട്ടെ. യെസ്, താങ്ക് യു. വൺ സോളിഡ് എക്സാമ്പിൾ ആണ്. ഒരു ഭാര്യയായിട്ട് കഞ്ചിരായിട്ട് പോകുമ്പോഴും 4 പേര് എന്ത് വിചാരിക്കും? ഇവിടുത്തെ പ്രശ്നം അതാണ്. 4 പേര് എന്ത് പറയും കേട്ടാ, 4 പേര് എന്ത് പറയും, അത് കുറച്ചില്ലല്ലേ? അങ്ങനെ വിചാരിച്ചാൽ ഉണ്ടപ്പക്രുവിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഉണ്ടപ്പക്രുവിന് 2 അടി പൊക്കത്തുള്ള പെണ്ണെ അന്വേഷിക്കണം. അങ്ങേർക്ക് 2.5 അടി, 2 അടിക്കുള്ള പെണ്ണ് നോക്കി കഴിഞ്ഞാൽ കിട്ടത്തുമില്ല. ആ പെണ്ണിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. സുന്ദരി, ഇത്രയും പൊക്കം കുറഞ്ഞ ആളുടെ പൊക്കത്തിൽ ഒരു കുറച്ചിലും കാണുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈ പറഞ്ഞ നല്ലൊരു ശതമാനം മലയാളികൾ വീട്ടിൽ ഒന്നുമില്ലേലും ആ ബാത്റൂമിൽ കണ്ണാടിയിൽ ഉണ്ടപ്പക്രുവിന്റെ ഈ ഫാമിലി ഫോട്ടോ വെക്കണം കേട്ടോ. ദിവസവും പല്ല് തേക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കാണണം. അപ്പോഴെങ്കിലും ഒന്ന് മാറിക്കിട്ടും. ശരിയല്ലേ ജയചന്ദ്രൻജി കാര്യമായിട്ട് തലയൊക്കെ കുലുക്കി സമ്മതിക്കുന്നുണ്ട്. താങ്ക് യു അലുജി. ഇതാരാണ്? അവിടെ കയ്യിൽ ഫ്രണ്ടിൽ ബുക്ക് ഇരിക്കുന്നു. ആർക്കെങ്കിലും ഇതാരാണെന്ന് പറയാൻ പറ്റുമോ? നോക്കട്ടെ. പേര് ഒന്ന് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ആരും ഇടുന്നില്ല, ആർക്കും അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. എനിക്കും 1980 മുമ്പ് അറിഞ്ഞൂടായിരുന്നു. എനിക്കും 80 മുമ്പ് അറിഞ്ഞൂടായിരുന്നു. യെസ്, ഒരാൾ കറക്റ്റായിട്ട് ഇട്ടു. ആന്റണി ജി, ഹെലൻ കെല്ലർ, ബ്ലൈൻഡ് ആൻഡ് ഡഫ്. ആ ബുക്ക് എന്നതാണ്? ബ്രെയിൽ ഇതുള്ളതാണ്. ആ ഹാൻഡിക്യാപ്പ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും എത്തത്തില്ലായിരുന്നു. അവർ കോളേജിൽ അഡ്മിഷൻ ഡിനേ ചെയ്തിട്ട് അതിന്റെ പുറകെ ചെന്ന് അഡ്മിഷൻ എടുത്തു. 4 ലാംഗ്വേജസ് പഠിച്ചു. ഓട്ടോബയോഗ്രഫിയിൽ വേറെയും 2-3 പുസ്തകങ്ങൾ എഴുതി. ഷി വാസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. എത്രയോ യൂണിവേഴ്സിറ്റീസ് ഓണററി ഡോക്ടറേറ്റ് കൺഫർ ചെയ്തു. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു, ഇൻക്ലൂഡിങ് ഇന്ത്യ. 88 വയസ്സ് വരെ ജീവിച്ചു. ഇത്രയും പറയാൻ കാരണം ഹെലൻ കെല്ലറിന്റെ പടം ഇടണം. എൻ്റെ ഓഫീസിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഒരു പടം ഹെലൻ കെല്ലറിന്റെ അവിടെ ഞാനുണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ കുറച്ചൊരു നിരാശ വരുമ്പോൾ നേരെ ഹെലൻ കെല്ലർ നോക്കും കേട്ടോ. അത്രയും ഹാൻഡിക്യാപ്പ് വെച്ചുകൊണ്ട് എത്ര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ പെസിമിസ്റ്റ് ആകരുത്. എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനും ഹെലൻ കെല്ലറിന്റെ പടം. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ഈ പറയുന്ന സിമ്പിൾ പ്രാക്ടിക്കൽ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്നിട്ടേ. ഞാനെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നുള്ളൂ. ഞാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നും പറയാറില്ല. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇതെല്ലാം ചെയ്തിട്ടുള്ളവനാണ്. താങ്ക് യു. സോ ഹെലൻ കെല്ലർ, നോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇതാരാണ്? 2 പേര് നിങ്ങൾക്ക് അറിയാം. തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി മരിച്ചുപോയി. പുള്ളിയും 95 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അച്യുതാനന്ദൻ ഇപ്പോഴും സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, 100 വയസ്സ് കഴിഞ്ഞു. മുഖ്യമന്ത്രിയാണ് 2 പേരും ആയിരുന്നു. വിദ്യാഭ്യാസം എത്രയാണ്? അച്യുതാനന്ദൻ 7ാം ക്ലാസ്, കരുണാനിധി 8ാം ക്ലാസ്. അവരെന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഈ PhDന്റെ പുറകെ പരക്കം പായുന്നതിന് ഒരു കാര്യമില്ല. ജീവിതത്തിൽ നിന്നുള്ള
ഫ്രം ദി സ്കൂൾ ഓഫ് ലൈഫ് എന്നുള്ള എക്സ്പീരിയൻസും ഇതാണ് വേണ്ടത് ജീവിതത്തിൽ വിജയിക്കാനായിട്ട്. ആൻഡ് കരുണാനിധി സ്വന്തമായിട്ട് ഇതാണ് നന്നായിട്ട് ഇതെഴുതും. തമിഴിലൊക്കെ കലൈഞ്ഞർ ആൻഡ് തിരുക്കുറളിന്റെ ട്രാൻസ്ലേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് തമിഴ് ബെറ്റർ ഇതിലായിട്ടൊക്കെ. ഇസ് എ റൈറ്റർ. എവിടെ നിന്നാണ്? ഡിഗ്രി വേണോ? തമിഴിൽ എന്താണ് MA ഇതൊക്കെ എടുത്തോ? ഇല്ല, നന്നായിട്ട് ചെയ്യും. പക്ഷേ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഗ്രിയെല്ലാം എടുത്തിട്ട് നേരെ ഇംഗ്ലീഷ് പോലും പറയാൻ പറ്റാത്ത ഒരു ഉണ്ട്. എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഒരു അപകർഷതാ ബോധം, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു. ഞാനത് കാരണം എൻ്റെ പ്രീ ഡിഗ്രിക്ക് പോയപ്പോൾ മാറിവാൻസ് കോളേജിലാണ് ആദ്യം ചേർത്തത്. അപകർഷതാ ബോധം കാരണം ഞാൻ അടുത്ത കൊല്ലം അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഞാൻ പോയി വേറെ കോളേജിൽ. എന്താണ് അവിടെ മുഴുവനും ആ കോട്ടയത്തും തിരുവല്ലയിലുള്ള ഒരുപാട് റിച്ച് ഫാമിലിയിലുള്ള ക്രിസ്ത്യൻ ബോയ്സ് ഗേൾസ് വരെയാണ്. അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അവരെല്ലാം ഹായ് ഹായ് ഹിഷ് 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 സംസാരിക്കുകയാണ്. എനിക്കത് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് പുച്ഛമാണ് എന്നെ കാണുമ്പോൾ. എൻ്റെ ഫ്രണ്ട്ഷിപ്പും വേണ്ട, അവരെന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ ഒരു ഹ്യൂമിലിയേറ്റഡ് ഒരു ഊണ്ട് നേരെ ആർട്സ് കോളേജിലോട്ട് വന്നു. അവിടെ മലയാളം മീഡിയം പഠിച്ചതിലൊക്കെയാണ് മിക്കവരും ഉള്ളത്. സോ ഐ സഫർഡ് എ ലോട്ട്. മെഡിക്കൽ കോളേജിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത കാരണം MBBS MD എല്ലാ പരീക്ഷയും പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അത് കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കോൺവെർസേഷൻ പ്രയാസമാണ്. അങ്ങനെയുള്ള ഞാൻ ഇന്നിപ്പോൾ ഇംഗ്ലീഷിൽ എവിടെയാണ് ജോലി ചെയ്തിരിക്കുന്നത്? ഇംഗ്ലണ്ടിലും അമേരിക്കയിലും. എങ്ങനെ സംഭവിച്ചു? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റാൻ പറ്റും, അസൂയ മാറ്റാൻ പറ്റത്തില്ല. അസൂയയുടെ പിന്നിലുള്ള റൂട്ട് കാസ് ആയിട്ടുള്ള ഇൻഫീരിയോറിറ്റി മാറ്റി കഴിഞ്ഞാൽ അസൂയം പോകും. അസൂയ പോണോ? ഇൻഫീരിയോറിറ്റി മാറ്റണം. ഡു യു എഗ്രി? ഇഫ് യു എഗ്രി പുട്ട് A in the chat box. നിങ്ങൾ ആ ഇൻഫീരിയോറിറ്റി ഒന്ന് ക്ലിയർ ചെയ്തോ, അസൂയയും പോവും, ഹേറ്റഡും പോവും, ജീവിതം സുഖമാവും. ഞാൻ സ്വന്തം എഫർട്ടിലാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത്. കാരണം അവിടെ പോയില്ല, ഒരു കോച്ചിങ്ങിനും പോയില്ല. റൂട്ട് കാസ് ഞാൻ കണ്ടുപിടിച്ചു. എന്താണ്? എൻ്റെ വൊക്കാബുലറി പൂറാണ്. ഒരു ആശയം എക്സ്പ്രസ് ചെയ്യാൻ പ്രകടിപ്പിക്കണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് യു മസ്റ്റ് ഹാവ് എ റിച്ച് വൊക്കാബുലറി. ഇംഗ്ലീഷ് വൊക്കാബുലറി എനിക്ക് എക്സ്ട്രാ റീഡിംഗ് ഇല്ല, ഹാബിറ്റ് ഇല്ല. വീട്ടിൽ വായിക്കുന്നു ന്യൂസ് പേപ്പർ, മലയാളം ന്യൂസ് പേപ്പർ. Then I subscribed to English newspaper, Hindu. And I read the editorial every day. And I used to come across easily 5 to 10 new words every day. Without any laziness, I used to consult the dictionary to know the meaning of each and every word. Like that, every day I ended up learning 5 to 10 new words. Within 6 months, I repeat, this video, whoever is going to watch this video, especially youngsters, my dear friends, take this message. This is coming from a person. Within 6 months, my vocabulary expanded by nearly 1,000 words more. I felt confident and comfortable in expressing my ideas and thoughts in English. Then I started listening to BBC radio and Voice of America radio. അന്ന് ഇതില്ല, there was no TV channel, English TV ഒന്നുമില്ല. So that yes, oh, this is how they pronounce, oh, this is how it is. 6 months, yes, that inferiority complex is completely gone. Before that, I never thought that I would be able to go to UK or USA and practice there. Because how can you practice if you cannot speak English fluently? My world changed. Everything changed when I dealt with the root cause. Are you convinced? If you are convinced, put C in the chat box. Are you convinced? Because I'm a living, breathing example. Thank you. Everybody can do it. It's not that I have got 2 horns. എനിക്ക് 2 കൊമ്പുണ്ടായിട്ടല്ല ഇതെല്ലാം സംസാരിക്കുന്നത്. സംസാരിക്കാൻ കഴിവില്ലാത്തവരത്തിനാണ്. എനിക്കതിൽ മടിയില്ല പറയാനായിട്ട്. ഐ എം നോട്ട് അഷേംഡ് ബിക്കോസ് ട്രൂത്ത് ആണ്. ഐ ടോൾഡ് യു, ഐ ഷെയർ ഫാക്ട്സ്, ട്രൂത്ത്. പറയാനായിട്ട് ഞാൻ ഇതിന് നാണിക്കേണ്ട ഒരു ആവശ്യമില്ല.
That is Indira Gandhi. She was Prime Minister. Who is the person sitting next to her? Can you identify that gentleman? The chat box, put the name of that gentleman. And watch his body language. His leg is crossed. Just cross his leg. Indira Gandhi also leg crossed. Who is that gentleman? Yes, Antony ji. Kamaraj Nadar, former Chief Minister of Tamil Nadu. He could not study further after the age of 12. Formal education, 7th grade. Very strong leader in politics and as a chief minister. Immense self-confidence. I mean, with a lot of common sense. So these are the examples, glaring examples to know that is. It is not the qualification, formal education qualification. No. PhD, bus conductor. PhD, police constable. What is it? It's a shame. It's a shame. This is Thomas Alva Edison. Thomas Alva Edison, inventor. 1,093 patents in his name. Formal education, hardly 3 months. When he went to school, the teachers insulted, they humiliated because he used to ask questions. നല്ലൊരു ശതമാനം ടീച്ചേഴ്സിന് ഒരു പുണ്ണാക്ക് പറഞ്ഞുകൂടാ. അങ്ങോട്ട് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ്. ഞാൻ മെഡിക്കൽ കോളേജ് ഞാൻ അനുഭവിച്ചതിനാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ മെഡിസിനിൽ എൻ്റെ MBBS ഡേയ്സിൽ ഓർ MD ഡേയ്സിൽ വല്ലപ്പോഴും വല്ല സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ അറിഞ്ഞോണെന്ന് പറയത്തില്ല. See, I don't believe in spoon feeding. ഉഗ്രം എന്താണ് കേട്ടോ, വാചടിയാണ്. I don't believe in spoon feeding. You must go and check that out and tell me tomorrow. അങ്ങേർക്ക് വായിച്ചില്ല, അങ്ങേർക്ക് അറിഞ്ഞൂടാ. എനിക്ക് ജോലി തന്നു, എനിക്ക് പണി തന്നു. ഞാൻ പിന്നെ ലൈബ്രറി ചെന്ന് നോക്കിയിട്ട് അങ്ങേരെ പഠിപ്പിക്കണം. അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇല്ല. അവരുടെ ഈഗോ കൊണ്ട് അലോതും. എന്തൊരിതാണെന്ന് അറിയാം. അതിനുശേഷം പിന്നെ അങ്ങനെയുള്ള സംശയം ചോദിക്കത്തില്ല, മെനക്കേടാണ്. ഞാൻ ചോദിച്ചിട്ട് അങ്ങേർക്ക് വിവരമില്ല, എനിക്ക് പണിയും തരും. അതുകൊണ്ട് when I became a faculty, ഞാനും ഫാക്കൽറ്റി ആയിട്ട് തന്നെ ആദ്യം ചെയ്തതാണ്, ഒരിതാണ് സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ. If you ask me a question, if I don't know, I will say I don't know. I will admit, I will be frank. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ 10 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ 2 എനിക്ക് അറിഞ്ഞൂടായിരിക്കും. ഞാൻ പറയാം, that is a good question. To be frank, I don't know. I will look up and I will tell you tomorrow. Admit ചെയ്യാണ്. അതാണ് സ്റ്റുഡൻസ് ഫെൽ വെരി കംഫർട്ടബിൾ ഇൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത്. അത് മാത്രമല്ല, ഗുണ്ടടിക്കത്തില്ല. അറിഞ്ഞോണെങ്കിൽ അറിഞ്ഞോണെന്ന് പറയും. ഐ ഡോണ്ട് നോ പറയാനാണ് ഏറ്റവും വലിയ പ്രയാസം. നല്ലൊരു ശതമാനം ടീച്ചേഴ്സിന് ഐ ഡോണ്ട് നോ പറഞ്ഞാൽ അതോടി ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ്. അവരുടെ ഈഗോ ആലോചിക്കുന്നില്ല. ഞാനിത് പറഞ്ഞു തന്നത് എൻ്റെ ഇമേജും റെപ്യൂട്ടേഷനും വളരെ സ്ട്രോങ് ആയി. എന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻസ് എല്ലാം എന്നെ റെഡ്ഡി സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയും, പറയാൻ കുറേ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർ പറയും റെഡ്ഡി സാർ ഗുണ്ടടിക്കത്തില്ല കേട്ടോ, റെഡ്ഡി സാർ ഗുണ്ടടിക്കത്തില്ല, അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടെന്ന് പറയും. സോ എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോയി കിട്ടി, സുപ്പീരിയർ കോംപ്ലക്സും എനിക്കില്ല. എനിക്കില്ലാത്ത ഒരു കോംപ്ലക്സ്, മൂന്നാമത്തെ കോംപ്ലക്സ് ആണ് ദുര്യോധന കോംപ്ലക്സ്. ഞാൻ 2 ആഴ്ച ഒരു ടോക്ക് കൊടുത്താണ്, ദുര്യോധന കോംപ്ലക്സ്. അങ്ങനെ ഐ ഡോണ്ട് ഹാവ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഐ ഡോണ്ട് ഹാവ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഐ ഡോണ്ട് ഹാവ് ദുര്യോധന കോംപ്ലക്സ്. എന്നിട്ട് പിന്നെ ബാക്ക് ടു എങ്ങനെയാണ് പിന്നെ എഡിസൺ ഇത്രയും ഇത് ചെയ്ത് അക്കോംപ്ലിഷ് ചെയ്തത്? സ്കൂളിലവരെല്ലാം പിടിച്ച് പുള്ളിക്കാരൻ അമ്മയെടുത്ത് അവന് ഇത് മണ്ടനാണ് മറ്റേ മറിച്ചാണ് ചോദിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഷീ ഫെൽറ്റ് ഓപ്പൻഡ്. വേണ്ട, ഞാൻ സ്കൂളിൽ അയക്കുന്നില്ല. ഹോം സ്കൂളിങ്, എഴുതാനും വായിക്കാനും എല്ലാം അമ്മ പഠിപ്പിച്ചു കൊടുത്തു. ആൻഡ് ആ ശീലം എൻകറേജ് ചെയ്യാനായിട്ട് ബുക്കുകൾ എല്ലാം കൊടുക്കും. സെൽഫായിട്ട് ലേൺ ചെയ്തിട്ടാണ് ഫസ്റ്റ് പേറ്റന്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ 21 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ പേറ്റന്റ്. ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ ഈ ഇലക്ട്രിക് ഈ ലൈറ്റ് ബൾബ് ആരാണ്? കോളേജിൽ പോയിട്ടില്ല, സ്കൂളിൽ തന്നെ ഹൈസ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല, എഡിസൺ. മൂവിങ് ക്യാമറ ആരാണ്? വീഡിയോ ഇതൊക്കെ ഫിലിം, തോമസ് ആൽവ എഡിസൺ. മ്യൂസിക് കേട്ട് ആസ്വദിക്കുന്നു, ഗ്രാംഫോൺ റെക്കോർഡ്, എഡിസൺ.
ടേക്ക് ഹോം മെസ്സേജ്. ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സെൽഫ് എഡ്യൂക്കേഷൻ. ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റിയത് ത്രൂ സെൽഫ് എഡ്യൂക്കേഷൻ. വെറുതെ മറ്റേ ചില മാഗസീനിലൊക്കെ വരുന്ന കഥകളും വായിച്ചുകൊണ്ടാണ് പെണ്ണുങ്ങളെല്ലാം സമയം കളയുന്നത്. ഓഫീസിൽ നേരെ അതും കൊണ്ടുപോകും, എന്നിട്ട് അത് ഇരുന്ന് വായിച്ചിരിക്കും കേട്ടോ, പൈങ്കിളി കഥകളെല്ലാം. ഒരിക്കലും ഒന്നും എവിടെ എത്തത്തില്ല. റീഡ്, നല്ല നറിഷിംഗ് ആയിട്ടുള്ളത്. ഈ ഉള്ള TV ചാനലുള്ള കുറെ സീരിയലും കണ്ട് സമയമെല്ലാം കളയുന്നതിന് പകരം റീഡ്. ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക്, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്. ഇതാണ് എന്നിങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓവർകം ചെയ്യുക. ഇത്രയും നേരം ഇത് പറഞ്ഞു. ചോദിക്കും, ഡോക്ടറെ ഇതെല്ലാം പറഞ്ഞു, എങ്ങനെയാണ് അത് ക്യൂർ ചെയ്യേണ്ടത്? അത് പറഞ്ഞില്ലോ എന്ന് പറയരുത്. അതിനാണത് പറയുന്നത്. എന്താണെന്ന് പിടികിട്ടിയോ? റോസ്റ്റു ഞാനായിട്ട് ഉണ്ടാക്കിയ അക്രോണിമാണ്, ഒരു പുസ്തകത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ല. R stands for read. What do you read? വെറുതെ വെറും ന്യൂസ് പേപ്പറും വേറെ അല്ല, പൈങ്കിളി കഥകളല്ല. റീഡ് നോൺ ഫിക്ഷൻ ബുക്സ്, സെൽഫ് എംപവർമെന്റ്, സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക്, സെൽഫ് ഹെൽപ്പ് ബുക്സ്. ഒബ്സർവ്. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ചുറ്റും ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം, നിരീക്ഷിക്കണം. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് ഒബ്സർവ്. ഡെവലപ്പ് ചെയ്യണം. RO. ഇത് രണ്ടും കണ്ടതിന് ശേഷം സീക്ക്. അറിഞ്ഞുകൂടെങ്കിൽ, ഒരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ 4 പേരത്ത് ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. ആസ്ക്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആസ്ക്, നോക്ക്, ഇറ്റ് ഷാൽ ബി ഓപ്പൺഡ്. ആസ്ക്, കിട്ടുമെന്നല്ലേ? അല്ലേ? ചോദിക്കൂ, കിട്ടും. ചോദിക്കണം. ഞാൻ ചോദിക്കും. ഒരു കാര്യം അറിഞ്ഞുകൊണ്ടെങ്കിൽ പലയിടത്തും ഞാൻ ചോദിക്കും ഉണ്ണെ. അതുകൊണ്ട് ഞാൻ ഒരുപാട് ലേൺ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ കാർ സർവീസിന് പോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഒരു ഇതിലുള്ള ഒരു ബ്ലാക്ക് ഇതുണ്ടല്ലോ, ഈ വാക്സും ഇതെല്ലാം ഉള്ള ഗ്രീസ് എല്ലാം കൂടി എൻ്റെ ലൈറ്റ് കളർ പാൻസാണ്, വെള്ള പാൻസ്. അത് ചേടാ ഇതെങ്ങനെ ഇനി ഇത് ചെയ്യും? ഞാനിവിടെ തന്നെ വേറൊരാൾ ചോദിച്ചാൽ ഇറ്റ് ബി ഹാർഡ്. ഒരാൾ പറഞ്ഞു ഗിവ് ടു ഫോർ മറ്റേ ഡ്രൈ ക്ലീനിങ്. അടുത്ത് വേറൊരാളും പറഞ്ഞ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്. ഇല്ല, ഞാൻ വിട്ടില്ല. ഞാൻ അവസാനം വേറൊരു സ്ത്രീയുടെ ഞാൻ ചോദിച്ചു, ഇത് പറ്റുമോ? ഓ യെസ്, ഗോ ആൻഡ് ബൈ ദിസ് സോപ്പ്. ആ സോപ്പ് പോപ്പുലർ ആരും കേട്ടിട്ട് പോലും ഇല്ല. അവർ പറഞ്ഞു അത് വാൾമാർട്ടിലേക്ക് കിട്ടത്തുള്ളൂ, ദാറ്റ് ഇസ് വെരി ചീപ്പ്, ഒരു $1-2 ഉള്ളൂ. അത് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് റബ്ബ് ചെയ്തിട്ട് ലീവ് ഇറ്റ് ഫോർ ഹാഫ് ആൻ അവർ, ദെൻ യു വാഷ് ഇറ്റ് ഗോ അവേ. ചെയ്തു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, സീക്ക്, ചോദിക്കണം. 4 പേരത്ത്. ഈസ് ദിസ് എക്സാമ്പിൾ ഇൻട്രസ്റ്റിംഗ്? ഞാൻ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അയ്യട്ടെ ചാറ്റ് ബോക്സിൽ, അയ്യടൂ മൈ ഡിയർ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഒരു $50 വിലയുള്ള പാൻസ് പിന്നെ എടുത്ത് കളയേണ്ടി വന്നു തന്നെ, ജസ്റ്റ് ബൈ ആസ്കിങ്. ഇത് കിട്ടി, വാങ്ങിച്ചു. ദെൻ തിങ്ക്. വായിക്കാൻ മാത്രം പോരാ, ഇരുന്ന് ആലോചിക്കണം, അതിനെ അനലൈസ് ചെയ്യണം. കണ്ടാൽ പോരാ, തിങ്ക് ചെയ്യണം, എന്തിനാണ് അങ്ങനെ നടക്കുന്നത്. അതെ, വേറെ ഒരു ഇൻഫർമേഷൻ ദിവസം കിട്ടുന്നുണ്ട്, ന്യൂസ് പേപ്പറിൽ കിട്ടുന്നുണ്ട്, TV-യിലും കിട്ടുന്നുണ്ട്. തിങ്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. തിങ്ക്, അതാണ് കീ. ദെൻ ലാസ്റ്റ്ലി എത്രയാകുമ്പോഴാണ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോഴത്തേക്കും ഇതെല്ലാം മാറിക്കിട്ടും. ഇഷ്ടപ്പെട്ടോ ഈ അക്രോനിയം? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു യെസ് എന്നിട്ട്, ഇഫ് യു ലൈക്ക് ദിസ് അക്രോനിയം, ദിസ് ഇസ് ക്രിയേറ്റഡ് ബൈ മീ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു യെസ് ഇട്ടേ. ഓക്കെ, താങ്ക് യു. ഗുഡ്. ദാറ്റ് ഫീഡ്ബാക്ക്. അവരെ ഇത്രയും എഫേർട്ട് ഇട്ടതിന് എനിക്കിത് അറിയണ്ടേ എന്താണ് അവസാനം. ഞാൻ പറഞ്ഞു, ഐ കനോട്ട് റീഡ് ദി മൈൻഡ്സ്. ഈ അടുത്ത എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ടോക്ക് കൊടുക്കാറുണ്ട്. ഈ അടുത്ത വ്യാഴാഴ്ചയാണ് ദി പവർ ഓഫ് ആസ്കിങ്. ഞാൻ ഇന്ന് കുറച്ചേ പറഞ്ഞുള്ളൂ, അതിനെക്കുറിച്ചുള്ള കൂടുതലാണ് വ്യാഴാഴ്ച 8 മണിക്ക്. വാരിയേഴ്സ് ആൻഡ് ഒറിയേഴ്സ്. ഒറി ഇത് വെറുതെ കാണില്ല, ഒറിയിങ് ഇസ് നോട്ട് തിങ്കിങ്. വാരിയർ, ഫൈറ്റ്. സെയിം സൂം ലിങ്ക്. So now the session is over. ഇനി എത്ര സമയമുണ്ട്? 7 മിനിറ്റ് ഉണ്ട്. 7-8 മിനിറ്റ് ഉണ്ട്. നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥനയെല്ലാം ചെയ്ത് ശൈലജി പറഞ്ഞ കാരണം എല്ലാവരും കണ്ണും അടച്ചും കണ്ണടയ്ക്കാതെയും 1 മിനിറ്റ് എന്നുള്ളത് ആ കൂടി 10 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ. 10 സെക്കൻഡ് കൊണ്ടുള്ള പ്രാർത്ഥനയെല്ലാം തീർന്നു. അങ്ങനെ 8 മിനിറ്റ് ഉണ്ട്.
If you want to ask me questions, ask me. എനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ I'll say I don't know. If you want to share your experience, share that one. ഞാൻ നേരത്തെ പറഞ്ഞു 4E, അത് മീറ്റ് ചെയ്തോ. Entertain, educate, enlighten, empower. നിങ്ങളുടെ മക്കൾക്കും ചെറുമക്കൾക്കും ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് അവർ കണ്ടാൽ അവരുടെ ഭാവി നല്ല പ്രകാശപൂരിതമാവും. Okay, yes. Raise your hands if you want to ask me or say something. എന്തിനാണ് മടി? ശൈലജയെ തന്നെ ആദ്യം തുടങ്ങിക്കോളൂ. ഒരാൾ തുടങ്ങി സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ഞാൻ എങ്ങനെ ചോദിക്കും? വേറെ വല്ലരും ചോദിക്കട്ടെ, ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിക്കാം. ഓക്കെ, എന്തായാലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവാത്തവർ കാണത്തില്ല. ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താണ്, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കുറച്ച് വണ്ണം നല്ലപോലെ തടിയുണ്ടായിരുന്നു. ചേച്ചി മെലിഞ്ഞുമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയാലും ഞാനാണോ മൂത്തതെന്ന് ചോദിക്കും. അതൊരു കോംപ്ലക്സ് ആയിരുന്നു എനിക്ക്. അന്ന് പോലെ തീരുമാനിച്ച് എന്റെ വെയിറ്റ് കുറയ്ക്കണം, അപ്പൊ ഈ ചേച്ചിയെ പോലെ ആവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും പിന്നെ ഞാൻ എന്റെ ശ്രമം കൊണ്ടും ഒക്കെ കുറഞ്ഞു വന്ന് പിന്നെ അല്ലാതെ തന്നെ അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കി കോംപ്ലക്സ് ഒക്കെ മാറി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ മാറി. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ബോഡി ഷെയ്മിങ്. ഇപ്പോഴും പറയുന്നത് അതിന് ഇപ്പോഴത്തെ വാക്കാണ് ബോഡി ഷെയ്മിങ്. എടാ തടിയാ എന്ന് വിളിക്കുന്നത്, അതൊക്കെ പറയുന്നത് അതെല്ലാം ഒരു കുഴപ്പമില്ല. തടി, ഓവർ വെയിറ്റ് ഉണ്ട്, ഒന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് ദി തടി നിങ്ങളുടെ സക്സസ് അവസാനം ചെയ്യുന്നത് കേട്ടോ. അടൂർ ബാസി നല്ല തടിയും കുടവണ്ടിയൊക്കെ ആയിരുന്നു. കൊച്ചു വണ്ടിയല്ല, കുടവണ്ടി. ഓവർ വെയിറ്റ് ആണ്, ഒബീസാണ്, പ്രശ്നമില്ല. ബാക്കിയുള്ളവർ പറയും, അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. കളിയാക്കുന്നവർ കളിയാക്കി വിട്ട് അവന് വേറെ ജോലിയൊന്നുമില്ല. ഈ ഒരൊറ്റ കാര്യം വീണ്ടും ഞാൻ മോഡിയുടെ എക്സാമ്പിൾ പറഞ്ഞേ പറ്റൂ. എത്ര പേരാണ് മോഡിയെ കളിയാക്കുന്നത്? ഫേക്കു, കീക്കു, മറ്റേത് മറിച്ചത്, സംഗീ, ഇതെല്ലാം പറയുന്നത്. ഡസ് ഹി ബോദർ? ഹി സിംപ്ലി ഇഗ്നോർസ്. ഉള്ള സോഷ്യൽ മീഡിയയിലും മെയിൻ മീഡിയയിലും ഇന്റർനാഷണൽ മീഡിയയിലും ന്യൂയോർക്ക് ടൈംസും CNN, ഹി സിംപ്ലി ഇഗ്നോർസ്. ഹി ഡസന്റ് കെയർ. ചായവാല എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് എന്തായി? ഹി ഇഗ്നോർസ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫിയർ ഓഫ് ക്രിറ്റിസിസം, അതാണ് വലിയ എനിമി നമ്മുടെ നാട്ടിലുള്ളവർക്ക്. 4 പേര് എന്ത് വിചാരിക്കും? ഈ 4 പേര് ആരൊക്കെയാണ് ചോദിക്കേ? പറയാൻ പറ്റത്തില്ല അവർക്ക്. ഈ 4 പേര് ആരൊക്കെയാണ്? പേര് ഗോപാലനാണോ, അത് സുമതിയാണോ, അതോ മറ്റേ അലക്സാണ്ടർ ആണോ, അതോ മറ്റേ മുഹമ്മദ് ആണോ? അറിഞ്ഞുകൂടാത്ത 4 പേര് ആലോചിച്ചിട്ടാണ് വിഷമിച്ചിരിക്കുന്നത്. ശരിയല്ലേ ശൈലജി? ഇന്നിപ്പം ഏതായാലും വെയിറ്റ് കുറഞ്ഞാണ്, ഇപ്പം നല്ല സുന്ദരിയായിട്ടിരിപ്പുണ്ട് കേട്ടോ ശൈലജി. അതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ ഒരു മാട്രിമോണിയൽ ആഡിൽ പേര് കൊടുക്കാവുന്നതേ ഉള്ളൂ. ശരിയോ? ഓക്കെ സാറേ, അപ്പോ സന്തോഷം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഉണ്ട്, ഇസ്മായിൽ സെട്ട് സാർ ഉണ്ട്. സാറിന് എന്താണ് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് പറയാനുള്ളതെന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇസ്മായിൽ ജി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പണ്ട് വേറെ തമാശയും കൂടെ പറയാൻ, തെറ്റിദ്ധരിക്കരുത്, തമാശയായിട്ട് ഞാൻ പറഞ്ഞു. ഒരുപാട് പേർക്ക് ആദ്യം ഇതൊക്കെ വന്നപ്പോൾ ഈ കമ്പ്യൂട്ടർ ഇതെല്ലാം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്മായിലിനെ അറിയാം, അത് പോരാ, നിങ്ങൾക്ക് ഇമെയിലും കൂടെ അറിയണം. ഇസ്മായിലും ഇമെയിലും കേട്ടോ, രണ്ടും ഒരു എസും കൂടെ ചേർത്താൽ മതി, അത് ഇസ്മായിലായിട്ട് മാറും. ഓക്കെ, കമാൺ. താങ്ക് യു. ഗംഭീരമായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഗംഭീര പ്രസംഗം, ഗംഭീരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഇതുവരെ IFPG ഇത്ര പ്രകടനം നടത്തിയിട്ടില്ല. തീർത്തു പറയാൻ പറ്റും എനിക്ക്. ഇത്ര നല്ലൊരു പ്രകടനം നടത്തിയ ഒരാളുണ്ടായിട്ടില്ല എന്ന് പറയാം. ആദ്യം സാറാ ചെയ്യുന്നത്. വെരി ഫൈൻ. താങ്ക് യു വെരി മച്ച്. ഇനിയും നമ്മുടെ വേദിയോട് വരണം. As a president, I am requesting you to come again and again and give your narrations and everything. Advice our. ഞാൻ പറഞ്ഞ കേട്ടോന്ന് അറിഞ്ഞത്, പണ്ടൊരു ടോക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഷുഗർ കോട്ടിങ് ചെയ്യാറില്ല. നമുക്കറിയാമല്ലോ, ഗുളികളൊക്കെ ചിലതൊക്കെ ഷുഗർ കോട്ടഡ് പിൽസ്, ക്ലിപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ കോട്ട് ചെയ്യുന്നത്. ഞാൻ ഷുഗർ കോട്ട് ചെയ്യാറില്ല. ഞാൻ അതേപോലെ പച്ചയായിട്ട് പറയും. അതൊരു ചിലപ്പോൾ ഞാൻ അൺപോപ്പുലർ ആണ്. ഞാൻ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്.
എനിക്ക് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ, പറയാനുള്ളത് പറയുക. അതെ. ഓക്കെ സാറേ, വളരെ സന്തോഷം. സാറിന്റെ ഡ്രസ്സിങ് തന്നെ പ്രത്യേകതയാണ്. ആ ഡ്രസ്സിങ് ഉള്ള ആളുകളുടെ പ്രകൃതിദത്തമായ ചില ഡ്രസ്സിംഗ് ആണ്. സാധാരണ ഇട്ട് വരാൻ വേണ്ടി ആരും മടിക്കും. സാർ ഇട്ട് വന്നു. അതാണ് ഏറ്റവും വലിയ ചോദ്യമാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ സന്തോഷം സേട്ട് സാറേ. കുറച്ച് ദിവസമായി സാറ് എന്നെ കണ്ടിട്ട്. എന്തായാലും വളരെ സന്തോഷം. എന്നെ ഇന്ന് ഇരിക്കാൻ വയ്യത്തോടെ വരാത്ത കേട്ടോ. ഓക്കെ, അത് അറിയായിരുന്നു സാർ. കിടന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രതികരിക്കാൻ തന്നെയാണ് വന്നതാണ്. സാർ കിടന്ന് കേൾക്കുന്നത് കണ്ടു. പിന്നെ എന്തായാലും അഭിപ്രായം പറയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു സാറ് വന്നത്. ജയചന്ദ്രൻ ഡോക്ടർ അടുത്ത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടറെ സംസാരിച്ചു. ഹലോ, പറഞ്ഞോളൂ ഡോക്ടറെ. വളരെ സന്തോഷം ഡോക്ടറെ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇന്നത്തെ ടാക്ക് എന്ന് വെച്ചാൽ വളരെ നമ്മൾ സെട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായിരുന്നു. ഒരു ആദ്യം പറഞ്ഞ പോലെ ഒരു കഥാപ്രാസംഗികനെ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കാഥികനെ കൂടെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇന്നത്തെ എത്ര പല്ല് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ? മൗഷമി ചാറ്റർജി കാരണമാണ് ഞാൻ പല്ല് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ ചിരിക്കത്തില്ലായിരുന്നു കേട്ടോ. മൗഷമി ചാറ്റർജി കാരണമാണ് ഞാൻ പല്ല് കാണിച്ച് ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ താങ്കളുടെ സ്പീച്ച് ശരിക്കും രാഷ്ട്രീയ നേതാക്കന്മാർ കേൾക്കേണ്ടതാണ്. അവരൊക്കെ ഒളിഞ്ഞിരുന്ന് ഇത് നന്നായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. അവന്മാരാണ് ഇതിൽ ഒരു പാഠം പഠിക്കാനുള്ളത്. ഇല്ല, അല്ല, നല്ലൊരു ശതമാനം രാഷ്ട്രീയക്കാർക്ക് അപകർഷത ബോധമില്ല. അസൂയ ഉണ്ട്. അസൂയ വേറതുണ്ട്. അത് അപകർഷത മാത്രം കൊണ്ടല്ല. അവർക്ക് വന്നിട്ട് അത് മൂടി കിട്ടിയാണല്ലോ ഇത് ഉണ്ടാവുന്നത്. അല്ല, വേറൊന്നും അറിയാം. ചിലർ വിചാരിച്ചറിയോ, എന്റെ അപ്പൂപ്പൻ വലിയ അപ്പൂപ്പൻ പ്രധാനമന്ത്രി, അടുത്തത് അപ്പൊ ഞാനും പ്രധാനമന്ത്രി ആകണം. അത് നടക്കുന്നില്ല. ഒരു 3-4 ഇതായിട്ട് നടക്കുന്നില്ല. അപ്പം വരുന്ന ഇതാണ് ഹേറ്റ്രഡ്. ആ ഹേറ്റ്രഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട് തീ പാറ്റി വരുന്നത്. ഞാൻ ഫാക്റ്റാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ്. എനിക്ക് നല്ല കഴിവുള്ള മനുഷ്യനായിരുന്നു രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല. രാജീവ് ഗാന്ധി ഇന്ന് നമ്മുടെ സാമ്പത്തിക ഇതിൽ ഇന്ത്യ ഇപ്പം ഇതേ വന്നിട്ടുണ്ടെങ്കിൽ കുതിച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് പറഞ്ഞത്. ദി ഹോൾ കൺട്രി കടപ്പെട്ടിട്ടുണ്ട് രാജീവ് ഗാന്ധി അടുത്ത്. അത് കഴിഞ്ഞിട്ട് നരസിംഹറാവാണ് ഇതിനെ ലിബറലൈസേഷൻ. ഈ രണ്ടുപേരും വച്ച് അതിന്റെ മുകളിലാണ് ഈ മോഡി എല്ലാവരും ചെയ്തു വരുന്നത്. ആദ്യം ആ ഫൗണ്ടേഷൻ ഇട്ടത് ഈ രണ്ടുപേരുമാണ്. അതുകൊണ്ട് ഞാൻ അടച്ചാരെയും ആക്ഷേപിക്കത്തില്ല. പക്ഷെ അതിനുശേഷം എന്റെ അപ്പൂപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇതാകണമെന്ന് വിചാരിച്ചാൽ ശരിയാകത്തില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് കുറച്ചുകൂടി ഇന്നൊരു എന്റർടൈൻമെന്റ് നൽകുന്ന ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാരും വളരെ എനർജറ്റിക് ആയിട്ട് സാറാവഴിക്ക് കൊണ്ടുവന്നു. എല്ലാരും വളരെ ഇനി അല്ല, ഒരു സെക്കൻഡ് ശൈലജി, ഞാൻ നന്നായിട്ട് വോയിസ് മോഡുലേഷനും ജസ്റ്ററും എല്ലാം കാണിക്കുന്നില്ലേ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ അവിടെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പോയിട്ട് എന്നെ അങ്ങോട്ട് റിജക്ട് ചെയ്തു. ഇയാൾക്കൊന്നും അഭിനയിക്കാമെന്ന് അറിഞ്ഞോട്ടെ, ഇയാൾക്ക് പോടേന്ന് പറഞ്ഞു. എന്നെ എനിക്ക് അവസരം തന്നില്ല കേട്ടോ. ഐ വാസ് റിജക്റ്റഡ്. ജസ്റ്റ് ലൈക്ക് യേശുദാസിന് AAR റിജക്ട് ചെയ്തതുപോലെ, അമിതാഭ് ബച്ചനെയും AAR റിജക്ട് ചെയ്തതുപോലെ, ഇത്ര ഒരു കലാകാരനെ അവര് റിജക്ട് ചെയ്തു. എന്ത് ചെയ്യാം? ഇനിയാണെങ്കിൽ അവർ അഡ്മിഷൻ തന്നേനെ. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല ഒരു ക്ലാസ് എടുത്ത് നല്ലൊരു പെർഫോമൻസ് നടത്തിയ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഇല്ല, ഷഫീഖ് ഡോക്ടർ റെസ്പോണ്ട് ചെയ്തില്ല. മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. മറിയാമ്മ ഡോക്ടർ. നന്ദി ശൈല ഡോക്ടറെ. സ്വന്തം ജീവിതത്തെ ഉദാഹരണമാക്കി അപകർഷതാബോധത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിശദീകരിച്ച, അതും വളരെ നല്ല രീതിയിൽ നർമ്മമായി നമുക്ക് വിശദീകരിച്ചു തന്ന് ഡോക്ടർ വേണുഗോപാൽ S. റെഡ്ഡിയ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സാർ വീണ്ടും ഇതുപോലെയുള്ള നല്ല വിഷയങ്ങളുമായിട്ട് എത്തണമെന്നും അപേക്ഷിക്കുന്നു.
അടുത്ത ആഴ്ച നിങ്ങളുടെ ഇംഗ്ലീഷ് സെഷനിൽ 19-ാം തീയതി അടുത്ത ശനിയാഴ്ച ഞാൻ വരുന്നുണ്ട്. അവിടെ ക്ലോസ്ഡ് ലൂപ്പ് കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് സാറ്റർഡേ. അപ്പൊ 8:30 മണിക്കാണ്. ഓക്കെ, അപ്പൊ താങ്ക് അത് യു, താങ്ക് യു. കാണാം. സന്തോഷം. അപ്പോ നന്ദി മറിയാമ്മ ഡോക്ടറെ. അപ്പൊ നമ്മുടെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ഇന്ന് സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഇസ്മായിൽ സേട്ട്, നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ സേട്ട് സാർ ഉൾപ്പെടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം. Right.